മലയാളിയാ? മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിനിക്ക് ചന്തി മാത്രം അറിയൂന്ന്. ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂന്ന്. കയ്യിൽ പോയി. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി. ആഹാ, അച്ചോട്ടെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലും അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടാ. ചാക്കോ അല്ല സഞ്ചി. ഞാൻ ചാക്കോ കേറ്റി, ഞാൻ സഞ്ചി ഇറക്കി. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ കിട്ടി, എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ടാ കിട്ടൂന്ന്. ഐശ്വര്യമായിട്ട് വായിച്ചേ. വായിക്കാനൊന്നുമില്ല, ഇത് വിസയാ. വിസയാ? അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട്, നിറച്ചു ചട്ടമ്പികളാ. അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക. പക്ഷെ ഒരു കുഴപ്പം, റോളറെ കിട്ടുള്ളൂ. അപ്പൊ കാശ് കിട്ടൂലേ? റോളർ തന്നെയാടാ കാശ്. ഇത് വിസ, ടിക്കറ്റ്. ഇത് ടിക്കറ്റ് വിസയൊന്നും അല്ല, ഇത് ലവ് ലെറ്ററാ, പ്രേമലേപനം. ലവ് ലെറ്ററാ? ഹു ആർ യു? ആരാ എഴുതിയത്? അയ്യടാ, ചേട്ടനല്ല. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇതേ നമ്മടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്ത. അത് ശരി. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ലാട്ടോ. പിന്നെ ആകെയുള്ളൊരു കാര്യം, പേടിത്തൊണ്ടനാന്ന് ആരും മനസ്സിലാക്കാത്തതാ. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. നിങ്ങൾ ടോക്കൺ എടുത്തോ? സിസ്റ്റർ അനാവശ്യം പറയരുത്. ഞാനിപ്പോ വന്ന് കയറിയുള്ളൂ. സിസ്റ്റർ വെച്ചെടുത്ത് നോക്ക്, ഞാനും എടുത്തിട്ടില്ല. ആന്നോ? നിങ്ങൾ ഈ ബോർഡ് കണ്ടോ? ഈ ഡോക്ടറെ ആണോ ഞാൻ കാണണ്ടേ? സൈലൻസ് പ്ലീസ്, നിശബ്ദത പാലിക്കണമെന്ന് മലയാളത്തിൽ എഴുതി വെക്കണം. ഇംഗ്ലീഷ് എന്റെ പട്ടി പറയും. വലിയ കോടാലി ആയല്ലോ. കിട്ടി വേണോ? നിന്റെ ആണോ? ഇവന്റെ കിട്ടി വല്ല കാക്കും വെച്ചു കൊടുക്കും പോരെ. അപ്പൊ പേടിയില്ല അല്ലേ? താക്കോല് തരാന്ന് പറഞ്ഞിട്ട് ഇതാണ് താക്കോൽ. ഈ വിരലൊന്ന് തൊടൂ. എന്തിന്? എന്റെ വിരൽ തുമ്പിൽ തൊട്ടാലേ നാഗമാണിക്യം സ്പർശിക്കാൻ പറ്റൂ. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20